എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിന്ന് പറയുവാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു വേട്ടക്കഥയാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ പറയുന്ന കഥകളിൽ ഒരു കടുവ അല്ലെങ്കിൽ ഒരു പുലി നരഭോജിയായി മാറി മനുഷ്യരെ കൊന്നു തുടങ്ങുമ്പോഴാണ് അതിലേക്ക് ആളുകൾ വേട്ടക്കാർ വരുന്നതും അതിനെ എലിമിനേറ്റ് ചെയ്യുന്നതുമല്ലേ. എന്നാൽ ഈ കഥയിൽ നേരെ തിരിച്ചാണ്. നരഭോജിയായി മാറാൻ സാധ്യതയുള്ള 100% ഉറപ്പുള്ള ഒരു കടുവയെ എലിമിനേറ്റ് ചെയ്യുവാൻ പോയ ഒരു വേട്ടക്കാരൻ്റെ കഥയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അവൻ നരഭോജിയായി തീരുന്നതിന് മുന്നേ തന്നെ ഒരു മനുഷ്യനെ അവൻ കൊന്നിരുന്നു. അതിന് മുന്നേ വരെ അവനൊരു കന്നുകാലി പിടിയനായിരുന്നു. എന്നാൽ അന്ന് രാത്രി നടന്ന ആ സംഭവം അവനെ തികഞ്ഞൊരു നരഭോജിയാക്കി മാറ്റാൻ പോകുന്ന ഒന്നായിരുന്നു. അത് തിരിച്ചറിഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥർ അവനെ കൊല്ലുവാൻ വേണ്ടി ഒരു വേട്ടക്കാരനെ സജ്ജനാക്കി. ആ കഥയാണ് നമ്മളിന്ന് പറയുവാൻ പോകുന്നത്. നമ്മളിന്ന് പറയുവാൻ പോകുന്ന ഈ കഥയിലെ വേട്ടക്കാരൻ്റെ പേര് ജോൺ ഹൂപ്പർ എന്നാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ കഥകൾ കേൾക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ ചെയ്യാറ്. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും ഒന്ന് അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ദയവ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്കിനി നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. മധ്യപ്രദേശിലെ ഹൃദയഭാഗത്ത് പ്രകൃതി അതിൻ്റെ എല്ലാ ഗാംഭീര്യത്തോടും കൂടി വാഴുന്ന ഒരിടമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് ബത്തൂർ എന്നാണ്. അത് വെറുമൊരു നഗരമോ ജില്ലയോ മാത്രമല്ല, അറ്റമില്ലാത്ത കാടുകളും മലനിരകളും നിറഞ്ഞ നിഗൂഢമായ ഒരു ലോകം കൂടിയാണ്. അങ്ങോട്ടേക്ക് കാൽ വയ്ക്കുമ്പോൾ തന്നെ നഗരത്തിലെ ആ കോലാഹലങ്ങളെല്ലാം നിലയ്ക്കും. നമ്മളേതോ ഒരു മായാലോകത്ത് എത്തിപ്പെട്ടതുപോലെ നമുക്ക് തോന്നും. അതുമാത്രമല്ല, നമ്മളെ അവിടേക്ക് വരവേൽക്കുന്നത് തികഞ്ഞ നിശബ്ദത മാത്രമായിരിക്കും. ചുറ്റുമുള്ള ശബ്ദങ്ങളെല്ലാം നിലയ്ക്കും. കാടിൻ്റേതായ ശബ്ദങ്ങൾ മാത്രമേ പിന്നീട് അങ്ങോട്ട് കേൾക്കുകയുള്ളൂ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 200 അടി ഉയരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വായുവിന് ഒരു പ്രത്യേക തണുപ്പും നവോന്മേഷവും നൽകാൻ സാധിക്കും. അതുമാത്രമല്ല, അവിടുത്തെ വായുവിന് ഒരു പ്രത്യേക ഗന്ധമാണുള്ളത്. ആ വായു നമ്മൾ ശ്വസിക്കുമ്പോൾ ഒരു തണുത്ത അല പടരുന്നത് പോലെ നമുക്ക് തോന്നും. വർഷം മുഴുവൻ മനോഹരമായ കാലാവസ്ഥയാണ് അവിടെ ഉള്ളത്. കഠിനമായ ചൂടോ അസഹനീയമായ തണുപ്പോ അവിടെ ആരെയും അലട്ടില്ല. പോരാത്തതിന് ഓരോ വർഷവും പെയ്യുന്ന ഏകദേശം 70 ഇഞ്ച് മഴ ആ പ്രദേശത്തെ എപ്പോഴും പച്ചപ്പ് പുതപ്പിച്ച് നിർത്തും. ആ മണ്ണിൽ വീഴുന്ന മഴത്തുള്ളിയുടെ ഗന്ധമുണ്ടല്ലോ, നനഞ്ഞ മണ്ണിൻ്റെ ആ മണം, അതൊന്ന് വേറെ തന്നെയാണ്. ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം അവിടുത്തെ അടിക്കാടുകളും ഇടതൂർന്ന വനങ്ങളുമാണ്. ആകാശത്തേക്ക് മുട്ടി നിൽക്കുന്ന തേക്കിൻ മരങ്ങൾ ബത്തൂളിലെ കാടുകളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ആ വലിയ മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ മുകളിൽ നിന്നും ഇലകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന സൂര്യപ്രകാശം മണ്ണിൽ പലതരം രൂപങ്ങൾ തീർക്കും. അത് നമുക്ക് കാണുവാനും സാധിക്കും. അതെല്ലാം കണ്ടുകൊണ്ട് ആ വനത്തിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ആ വനത്തിന് ഒരു പ്രത്യേക മണമുണ്ട്. ആ മണം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉണങ്ങിയ ഇലകളുടെയും വന്യമൃഗങ്ങളുടെയും ഗന്ധം കലർന്ന ഒരു മണമാണ് ആ വായുവിനുള്ളത്. ഈ കാടുകളിലൂടെ നടക്കുമ്പോൾ ജീവൻ എല്ലാ രൂപത്തിലും തുടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ വനത്തിൻ്റെ കാഴ്ചകളും ഗന്ധവുമെല്ലാം ആസ്വദിച്ചുകൊണ്ട് വനത്തിലൂടെ മുന്നിലേക്ക് നടക്കുമ്പോൾ അപ്പോഴായിരിക്കാം അങ്ങ് ദൂരെ മലകൾക്കപ്പുറത്ത് നിന്നും ഒരു കടുവയുടെ നേർത്ത ഗർജനം നിങ്ങൾക്ക് കേൾക്കാനാകുക. നേർത്ത ഗർജനമാണെങ്കിൽ പോലും അത് കേൾക്കുന്ന പക്ഷം നിങ്ങളുടെ നട്ടലിലൂടെ ഒരു ഭയം മിന്നൽ പിണർപ്പ് പോലെ അരിച്ചിറങ്ങും. കടുവ മാത്രമല്ല, കാട്ടുപൊന്തകൾക്കിടയിലൂടെ ഒരു ശബ്ദവും ഉണ്ടാക്കാതെ പതുങ്ങി നീങ്ങുന്ന പുലിയും പതുക്കെ നടന്ന് നീങ്ങുന്ന കരടിയും ആ കാടിൻ്റെ നിഗൂഢതകൾ അത്രയും വർദ്ധിപ്പിക്കും. എന്നിരുന്നാലും വീണ്ടും മുന്നിലേക്ക് നടന്നു ചെല്ലുകയാണെങ്കിൽ അവിടെയുള്ള പുൽമേടുകളിലും മറ്റും മാനുകൾ യാതൊരു പേടിയുമില്ലാതെ നിന്ന് മെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം ചേർന്നതാണ് ബത്തൂളിൻ്റെ കാട്. ഒരത്ഭുത ലോകം അല്ലേ?
നിങ്ങളിപ്പോൾ കണ്ണുകൊണ്ട് കണ്ടത് മാത്രമല്ല ആ വനം. നിങ്ങൾക്കറിയാത്ത, നിങ്ങൾ കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ അതിന് പിന്നിലുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ വനത്തിൻ്റെ സൗന്ദര്യം ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. അകലേക്ക് നീണ്ടു കിടക്കുന്ന പച്ചപ്പ്, മലനിരകൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന പുഴകൾ, ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ചെറിയ വെള്ളച്ചാട്ടങ്ങൾ. അങ്ങനെ താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് സൂര്യപ്രകാശം വന്ന് പതിക്കുമ്പോൾ ചെറിയ മുത്തുകൾ ചിതറുന്നത് പോലെ തോന്നും. ഇത് മാത്രമല്ല കേട്ടോ, ആ കാടിനുള്ളിലൂടെ വളഞ്ഞു പുളഞ്ഞുകൊണ്ട് ഒരു റെയിൽപാത കൂടി കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ പ്രദേശത്താണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്ന ഈ കഥ അരങ്ങേറുന്നത്. ആ വനത്തെപ്പറ്റിയും അതിന് ചുറ്റുപാടിനെ പറ്റിയുമെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനിയും നമുക്ക് കഥയിലേക്ക് പോകാം. അന്ന് വൈകുന്നേരം ബെത്തൂളിലെ മലനിരകളിൽ നിന്നും വെളിച്ചം പതുക്കെ പിൻവാങ്ങുകയായിരുന്നു. ആകാശത്തിൻ്റെ അതിരുകളിൽ നിന്നും സൂര്യൻ അവസാനത്തെ ചുവപ്പ് രാശിയും ഒരു തീപ്പരി പോലെ അവസാനിച്ചു. അതോടെ കാടിൻ്റെ ആഴങ്ങളിൽ നിന്നും ഒരു വിചിത്രമായ നിശബ്ദത അവിടെ ഉയർന്നു വരുവാൻ തുടങ്ങി. പകലിൻ്റെ വെളിച്ചവും രാത്രിയുടെ ഇരുട്ടും തമ്മിൽ കെട്ടുപിണയുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്താണ് വനങ്ങൾക്കുള്ളിൽ കടുവയെപ്പോലുള്ള നിശാചരന്മാർ ഉയരുന്ന സമയം. അതിഭയാനകമെങ്കിലും ഈ മലനിരകളിലായിരുന്നു ഡെപ്യൂട്ടി കമ്മീഷണറുടെ ബംഗ്ലാവ് സ്ഥിതി ചെയ്തിരുന്നത്. പകൽ സമയത്ത് ഇതൊരു സ്വർഗം പോലെ തോന്നും. ചുറ്റും പച്ചപ്പും തണുത്ത കാറ്റും ഇലകളുടെ മർമ്മരങ്ങളും മാത്രം. എന്നാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ആ ബംഗ്ലാവിൻ്റെ രൂപം മാറും. ഓരോ നിഴലിന് പിന്നിലും എന്തോ ഒന്ന് ഒളിഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അവിടെ ഉയർന്നു കേൾക്കുന്ന ഓരോ ശബ്ദവും അപകടത്തിൻ്റെ സൂചനയായേക്കാം. അന്ന് വൈകുന്നേരവും അവസ്ഥ മറിച്ചായിരുന്നില്ല. ബംഗ്ലാവിൻ്റെ പുറകുവശത്ത് ഒരു ചെറിയ പന്തൽ കെട്ടിയിരുന്നു. അവിടെയായിരുന്നു ഡെപ്യൂട്ടി കമ്മീഷണർ മിസ്റ്റർ റാവുവിൻ്റെ ഒരു പശു നിന്നിരുന്നത്. പകൽ മുഴുവൻ ആ പാപം നടന്നു മേഞ്ഞു. വൈകുന്നേരമായപ്പോഴേക്കും ക്ഷീണിച്ചാണ് അവൻ അവിടേക്ക് കയറി വന്നത്. ആ പശുവിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അവിടെ അവൾ ശാന്തമായി നിൽക്കുകയായിരുന്നു. ഇടയ്ക്ക് വാലൊന്ന് വീശും, ഇടയ്ക്കൊരു ശബ്ദമുണ്ടാക്കും. പാവം പാവം, തൻ്റെ അവസാന ദിവസമാണ് എന്ന് ആ ജീവി ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണുകയില്ല. ആകാശം ഇപ്പോൾ പൂർണ്ണമായും ഇരുട്ടിൽ മുങ്ങിക്കഴിഞ്ഞു. ചന്ദ്രൻ ഉദിച്ചു വന്നിട്ടില്ല. കാടിൻ്റെ ഓരോ കോണും കൂടുതൽ ഇരുണ്ടു തുടങ്ങി, ഭയാനകവുമായി മാറി തുടങ്ങി. ആ ഇരുട്ടിൽ നിന്നും ഒരു ശബ്ദവുമില്ലാതെ മരണം പതിയെ ആ ബംഗ്ലാവിലേക്ക് നടന്നെടുത്തു. അവിടേക്ക് നടന്നെടുത്ത ആ കൂറ്റൻ മൃഗത്തിനുണ്ടല്ലോ, യാതൊരു വെപ്രാളവും ഉണ്ടായിരുന്നില്ല. ശാന്തമായി, അതും തികഞ്ഞ ഗർവോടുകൂടിയാണ് അവൻ ബംഗ്ലാവിലേക്ക് അനുഗമിച്ച് വന്നത്. ആ പ്രദേശം മുഴുവൻ തൻ്റേതാണെന്ന ഉറച്ച ബോധ്യത്തോടെയാണ് ആ മൃഗം തൻ്റെ ഓരോ കാലും മുന്നോട്ട് വയ്ക്കുന്നത്. ബംഗ്ലാവിൻ്റെ പരിസരം അതൊന്ന് വീക്ഷിച്ച് കാണും. പിന്നെ വീണ്ടും പതിയെ മുന്നിലേക്ക് നടന്നു. ബംഗ്ലാവിൻ്റെ ഉള്ളിൽ മനുഷ്യർ സുരക്ഷിതരാണെന്ന വിശ്വാസത്തോടെ ഇരിക്കുകയാണ്. പുറത്തെ മതിലുകളോ വേലികളോ ആ ഭീകരന് ഒരു തടസ്സമായിരുന്നില്ല. ഒരൊറ്റ കുതിപ്പിന് അത് മതിൽ ചാടിക്കടന്നു, അകത്തേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ കടുവയ്ക്കും പശുവിനും ഇടയിൽ യാതൊന്നുമില്ല. കുറച്ച് ചൂടുകൾ വ്യത്യാസത്തിലാണ് ആ പശു ഇപ്പോൾ നിൽക്കുന്നത്. പശുവിനിപ്പോൾ എന്തോ അപകടം മണത്തറിഞ്ഞു. അത് തല ഉയർത്തി, ചെവികൾ വിടർത്തി, സംശയം തോന്നിയ ആ ഇരുട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി. പക്ഷേ തൻ്റെ ശത്രുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വല്ലാതെ വൈകിപ്പോയിരുന്നു. മിന്നൽ പിണർപ്പ് പോലെ കടുവ ആ പശുവിനുമേൽ ചാടി വീണു. രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ആ പശുവിൻ്റെ നിലവിളി അവിടെ ഉയർന്നു. അത് വെറുമൊരു വേദനയുടെ ശബ്ദമായിരുന്നില്ല, മറിച്ച് മരണത്തെ മുഖാമുഖം കണ്ട ഭയത്തിൻ്റെ നിലവിളിയായിരുന്നു. ആ പശുവിൻ്റെ കഴുത്തിൽ ഒരു കടുപ്പമേറിയ കയർ കെട്ടിയിരുന്നു. അത് വലിഞ്ഞു മുറുകി അവിടെ കെട്ടിയിരുന്ന ആ പന്തലിൻ്റെ തടിയിൽ ഉരസുമ്പോഴുണ്ടാകുന്ന ശബ്ദം അന്തരീക്ഷത്തിൽ ഭീതി പടർത്തി. പശു തൻ്റെ ജീവന് വേണ്ടി സർവ്വശക്തിയും എടുത്ത് പിടയുകയായിരുന്നു. ആ പിടിവലിയിൽ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച ആ ചെറിയ പന്തലുണ്ടല്ലോ, അത് ഇളകിയാടാൻ തുടങ്ങി. മുകളിൽ നിന്നും പുല്ലും മണ്ണും താഴേക്ക് ഉതിർന്നു വീണു. ബംഗ്ലാവിലെ ഓരോ ചുവരുകളും ആ വന്യമായ പോരാട്ടത്തിൽ വിറയ്ക്കുകയായിരുന്നു. ആ സമയം ബംഗ്ലാവിൽ ഒരാൾ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. ഒരു സേവകനായിരുന്നു അയാൾ. ആകെ പകച്ചു വിറച്ചുപോയി.
എന്ത് ചെയ്യണമെന്നോ പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്നോ അവർക്ക് ഒരു നിശ്ചയവുമില്ലായിരുന്നു. അവർ പേടിച്ച് വിറച്ചുകൊണ്ട് ബംഗ്ലാവിൻ്റെ മൂലകളിൽ ഒതുങ്ങി. പക്ഷേ ആ പശുവിൻ്റെ ആ ഉച്ചത്തിലുള്ള നിലവിളി ഉണ്ടല്ലോ, ജീവന് വേണ്ടി കേഴുന്ന ആ നിലവിളി, അതവരുടെ ചങ്ക് പിടിച്ച് ഉലച്ചു. അവരുടെ എല്ലാം ഉള്ളിലേക്ക് ഭയം അത് കോരിയിട്ടുകൊണ്ടേയിരുന്നു. കുറച്ചുകൂടി അവർ ആ ബംഗ്ലാവിൽ കാത്തു. എന്നിട്ടും ആ കരച്ചിലടങ്ങാത്തതിനെ തുടർന്ന് എന്താണ് നടക്കുന്നത് അറിയുവാൻ വേണ്ടി അവർ ഒരുമിച്ച് ആ പന്തലിൻ്റെ അടുത്തേക്ക് പോകുവാൻ തീരുമാനിച്ചു. ബംഗ്ലാവിൻ്റെ പിന്നിലത്തെ വാതിൽ അവർ തുറന്നു. പന്തലിൻ്റെ അടുത്തെത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച അവരുടെ രക്തം മരവിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഇരുട്ടിൽ 2 മഞ്ഞക്കണ്ണുകൾ നരകത്തിൽ നിന്നുള്ള കനലുകൾ പോലെ കത്തുകയാണ്, തിളങ്ങുകയാണ്. ആ കണ്ണുകൾക്ക് താഴെ കറുത്ത വരകളും ആ ഭീമമായ ശരീരവും ഇരയുടെ മേലേക്ക് അമർന്നു കിടക്കുന്നതും അവർ കണ്ടു. കടുവയാണെന്ന് അവർക്ക് കൃത്യമായി തന്നെ മനസ്സിലായി. അതറിഞ്ഞതും അവരുടെ ഉള്ള് വിറച്ചു. അവരുടെ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അതോടുകൂടി പുറത്തിറങ്ങി വന്നവരുടെ ധൈര്യം ക്ഷയിച്ചുപോയി. അവർ വളരെ വേഗം തന്നെ തിരികെ ബംഗ്ലാവിനുള്ളിലേക്ക് പ്രവേശിച്ചു. പക്ഷേ അവരുടെ ആ കൂട്ടത്തിൽ അബ്ദുൽ എന്ന ഒരാൾ മാത്രം അവിടെ ഉറച്ചു നിന്നു. അയാൾ പിന്തിരിഞ്ഞ് ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോകുവാൻ തയ്യാറായിരുന്നില്ല. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന 12 ബോറിൻ്റെ ഒരു തോക്ക് അവൻ മുറുകെ പിടിച്ചു. അവൻ്റെ വിരലുകൾ മഞ്ഞുപോലെ തണുത്തിരുന്നു. കൈ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഓരോ ശ്വാസവും കടുപ്പമേറിയതായിരുന്നു. ഇരുട്ടിൽ തിളങ്ങുന്ന ആ ഭീകര രൂപത്തിന് നേരെ അവൻ തൻ്റെ തോക്ക് ചൂണ്ടി. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ആ നിമിഷം, അത് നിർണ്ണയിക്കുവാൻ പോകുന്നത് അവൻ്റെ ആ വിരൽത്തുമ്പാണ്, അതിൻ്റെ ചലനമാണ്. എന്തായാലും അവൻ്റെ തോക്ക് ഗർജിച്ചു. കാതടപ്പിക്കുന്ന ശബ്ദം കാടിൻ്റെ ആഴങ്ങളിലേക്ക് ഇരച്ചു കയറി. തോക്കിൻ്റെ കുഴലിൽ നിന്നും വെളിച്ചം മിന്നിമറഞ്ഞു. വെടിമരുന്നിൻ്റെ കനത്ത ഗന്ധം അവിടെയാകെ പടർന്നു. നിമിഷ നേരത്തേക്ക് എല്ലാം ഒന്ന് നിശ്ചലമായി. കടുവയുടെ വേദന നിറഞ്ഞ ഒരലർച്ച ആ പ്രദേശം മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചു. അബ്ദുലിൻ്റെ തോക്കിൽ നിന്നും പോയ വെടിയുണ്ട ആ മൃഗത്തിൻ്റെ മുൻകാലുകളിൽ ആഞ്ഞു തറച്ചിരുന്നു. വേദന കൊണ്ട് പുളഞ്ഞ കടുവ തൻ്റെ ഇരയെ ഉപേക്ഷിച്ചു. പക്ഷേ അത് പിന്തിരിഞ്ഞോടിയിരുന്നില്ല. മറിച്ച് തൻ്റെ വേദനയ്ക്ക് കാരണക്കാരനായ ശത്രുവിനോടുള്ള പ്രതികാരം വീട്ടാനായിരുന്നു ആ കടുവയുടെ തീരുമാനം. മുറിവേറ്റ കടുവ ഒരു സാധാരണ മൃഗമല്ല, അതൊരു ജ്വലിക്കുന്ന അഗ്നിയാണ്. അതിൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ വിശപ്പല്ല, പകരം പ്രതികാരമാണ് ജ്വലിക്കുന്നത്. അത് സാവധാനം അബ്ദുവിൻ്റെ നേരെ തിരിഞ്ഞു. അബ്ദുൽ പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ തൻ്റെ 2ാമത്തെ കുഴലും ഗർജിപ്പിക്കുവാൻ വേണ്ടി ആ കടുവയ്ക്ക് നേരെ ചൂണ്ടി. എന്നാൽ സമയത്തിന് തൻ്റെ ജീവൻ്റെ വില അപ്പോൾ ഉണ്ടായിരുന്നു. ഓരോ നിമിഷവും ഏറ്റവും വിലപ്പെട്ടതായിരുന്നു. കടുവ അബ്ദുലിനേക്കാൾ വേഗത കൂടുതലായിരുന്നു. വായുവിൽ ഒരു ചാട്ടുളി പോലെ അത് കുതിച്ച് അബ്ദുലിൻ്റെ നേരെ ചാടി. കണ്ണടച്ച് തുറക്കുന്ന നിമിഷം കൊണ്ട് ആ കടുവ അബ്ദുലിനെ കൊണ്ട് നിലത്തേക്ക് വീണു. അബ്ദുൽ താഴെയും കടുവ ഇപ്പോൾ അവൻ്റെ മുകളിലുമാണ്. കടുവയുടെ ഭാരം കാരണം അവന് ശ്വാസം പോലും നേരെ എടുക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കടുവയുടെ കൂർത്ത നഖങ്ങൾ അവൻ്റെ ശരീരത്തിലേക്ക് ആഴത്തിലിറങ്ങി. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. തന്നെ രക്ഷിക്കണേ എന്ന് അലറി. എന്നാൽ ബംഗ്ലാവിനുള്ളിൽ നിന്നും ആരും അവനെ രക്ഷിക്കുവാൻ വേണ്ടി അവിടേക്ക് എത്തിയില്ല. എല്ലാവർക്കും ഭയമായിരുന്നു. അവരുടെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. അവൻ കൈകാലിട്ടടിച്ചു. രക്ഷപ്പെടാൻ പല വഴികളും നോക്കി. എന്നാൽ ആ കടുവയ്ക്ക് മുന്നിൽ നിന്നും രക്ഷപ്പെടുക എന്നത് അസാധ്യമായിരുന്നു. കാരണം പ്രതികാരദാഹിയായിട്ടാണ് സർവ്വശക്തിയുമെടുത്ത് ഇപ്പോൾ ആ കടുവ വന്നിരിക്കുന്നത്, അവനെ ആക്രമിച്ചിരിക്കുന്നത്. ജീവൻ രക്ഷിക്കുവാൻ ഒറ്റ ഉപായം മാത്രമായിരുന്നു അവൻ്റെ മുന്നിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. തൻ്റെ കൈവശമുണ്ടായിരുന്ന റൈഫിൽ അവൻ്റെ ശരീരത്തിനും കടുവയുടെ വായ്ക്കുമിടയിലേക്ക് വെക്കുക എന്നത്. എങ്കിലും കടുവയുടെ കൂർത്ത പല്ലുകൾ ആ ലോഹക്കഷ്ണത്തിൽ വന്ന് തട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദമുണ്ടല്ലോ, അത് വളരെ വ്യക്തമായി അവൻ്റെ കാതുകളിൽ മുഴങ്ങി കേൾക്കാമായിരുന്നു. തുടരെ തുടരെ അവനെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ അഭ്യർത്ഥിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു. അവൻ്റെ ശബ്ദം ആ വിജനമായി കിടക്കുന്ന വനത്തിൽ അലയടിച്ചു. എന്നാൽ ആ ബംഗ്ലാവിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരുടെ അവസ്ഥ ദയനീയമായിരുന്നു. അവർക്ക് ഓടി വരാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. സ്വന്തം സഹപ്രവർത്തകൻ മരണത്തോട് മല്ലിടുന്നത് ബംഗ്ലാവിൻ്റെ ജനൽപ്പാളികളിലൂടെയും വാതിലിൻ്റെ പഴുതിലൂടെയുമെല്ലാം പേടിച്ച് നോക്കി നിന്നു. ചിലർ വാതിലുകൾ അകത്ത് നിന്ന് ഭ്രാന്തമായി പൂട്ടി. മറ്റു ചിലർ കർട്ടനുകൾക്ക് പിന്നിൽ ഒളിച്ചു. നമ്മൾ പുറത്തിറങ്ങുന്നത് ഇപ്പോൾ ആപത്താണ്. നമ്മളെയും കൂടി ആ കടുവ ആക്രമിക്കും. ആ ഭയമായിരുന്നു അവർക്കെല്ലാം ഉണ്ടായിരുന്നത്.
കുറച്ച് സമയം അവൻ പുറത്ത് കിടന്ന് പൊരുതി നോക്കി. എന്നാൽ ഫലമൊന്നും ഉണ്ടായില്ല. അബ്ദുലിൻ്റെ ശബ്ദം പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നു. അവൻ്റെ പോരാട്ട വീര്യം ചോർന്നിരിക്കുന്നു. ഒടുവിൽ ആ ദയനീയമായ ശബ്ദവും പൂർണ്ണമായും പുറത്തു വന്നു. അതെ, അബ്ദുലിനെ ഇപ്പോൾ ആ കടുവ കൊന്നിരിക്കുന്നു. അവൻ്റെ കഴുത്തിലേക്ക് തൻ്റെ കൂർത്ത പല്ലുകൾ ആഴത്തിലിറക്കിയിരിക്കുന്നു. പതിയെ പതിയെ ആ ശബ്ദം ഇല്ലാതെയായി. ഒരു ശവപ്പറമ്പ് പോലെയുള്ള നിശബ്ദത പിന്നീട് അവിടെ പടർന്നു. പ്രതികാരം പൂർത്തിയാക്കിയ ആ കടുവ തൻ്റെ അരിയെ അവിടെ ഉപേക്ഷിച്ച് തികഞ്ഞ ശാന്തനായി അവൻ തൻ്റെ വിജയത്തിൻ്റെ ഗർവോടെ അവൻ ചുറ്റും നോക്കി. എന്നിട്ട് താൻ കൊന്ന മൃഗത്തിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു ഭാഗം ഭക്ഷിച്ചു തുടങ്ങി. ഇരുട്ടിൽ ആ മാംസം കടിച്ചു കീറുന്ന ശബ്ദം ബംഗ്ലാവിനുള്ളിൽ അഭയം പ്രാപിച്ചവരുടെ കാതുകളിൽ മരണത്തിൻ്റെ മണിമുഴക്കം പോലെ മുഴങ്ങി. ഇപ്പോൾ അവിടുത്തെ വായുവിന് വെടിമരുന്നിൻ്റെ ഗന്ധമായിരുന്നില്ല ഉണ്ടായിരുന്നത്, മറിച്ച് രക്തത്തിൻ്റെ മണമായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ആ കടുവ ഇരുട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. അവൻ വന്നതുപോലെ തന്നെ നിശബ്ദമായി. ആ കടുവ അവിടുന്ന് പോയിട്ടും ബംഗ്ലാവിലുള്ളവർക്ക് പുറത്തിറങ്ങുവാൻ പോലും ഭയമായിരുന്നു. അവർ അതിനുള്ളിൽ തന്നെ കഴിഞ്ഞു. പുലർച്ചയാകാൻ ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. ആ ഇരുട്ടിൽ മരങ്ങൾക്കിടയിൽ എവിടെയോ മുടന്തൻ കടുവ പതുങ്ങിയിരിക്കുകയാണെന്ന വിശ്വാസത്തിലായിരുന്നു അവർ. ഇപ്പോൾ ആ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് പകുതി ഭക്ഷിച്ച പശുവിൻ്റെ ശരീരവും നിശ്ചലമായി കിടക്കുന്ന അബ്ദുലിൻ്റെ മൃതദേഹവും മാത്രമാണ് ബാക്കിയായത്. പിന്നെ ആ ശരീരത്തിൻ്റെ അരികിൽ അബ്ദുലിൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് തരിപ്പണമായി കിടക്കുന്നു. ആ ഭീകരമായ രാത്രിക്ക് ശേഷം ബെത്തൂളിലെ ആ കുന്നിൻ മുകളിലേക്ക് വെളിച്ചം അരിച്ചെത്തിയത് ഒരു ശാപമായിട്ടായിരുന്നു. സാധാരണ പുലർച്ചകളിൽ പക്ഷികളുടെ പാട്ടും തണുത്ത കാറ്റും മനസ്സിന് സുഖം നൽകാറുള്ളതാണ്. എന്നാൽ ഈ പ്രഭാതം അങ്ങനെയായിരുന്നില്ല. കാറ്റിൽ അപ്പോഴും മരണത്തിൻ്റെ ആ ഗന്ധം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ബംഗ്ലാവിന് ചുറ്റുമുള്ള മരങ്ങൾ അപ്പോഴും ആ രാത്രി കണ്ട ഭീകരതയുടെ സാക്ഷികളായി നിശബ്ദമായി നിന്നു. വെളിച്ചം കൂടുന്നതനുസരിച്ച് ഇരുട്ട് മറച്ചു വെച്ചിരുന്ന ആ ചോരക്കറകൾ ഓരോന്നായി തെളിഞ്ഞു വരാൻ തുടങ്ങി. ആ പന്തലിനടുത്തുള്ള മണ്ണ് ഇപ്പോൾ പഴയതുപോലെയല്ല. അവിടെ പശുവിൻ്റെ ചോര വീണ് ഉതിർന്നു കിടക്കുകയാണ്. ഉണങ്ങിയ മണ്ണിൽ ചോര പടർന്ന് കറുത്ത നിറമായി മാറിയിരിക്കുന്നു. പകുതി തിന്ന നിലയിലുള്ള ആ പശുവിൻ്റെ ശരീരം, അതിൻ്റെ കുറച്ചു ഭാഗം പന്തലിനുള്ളിൽ ബാക്കി പുറത്തുമായി ചിതറിക്കിടക്കുന്നു. ആ പാവമൃഗത്തിൻ്റെ കണ്ണ് അപ്പോഴും തുറന്നു കിടക്കുകയാണ്. ആ പന്തലിൻ്റെ അടുത്ത് നിന്നും കുറച്ചു മാറി ആ പഴയ മാവിൻ ചുവട്ടിലേക്ക് നോക്കിയവരുടെ കണ്ണ് കലങ്ങിപ്പോയി. അവിടെ കിടക്കുന്നത് അബ്ദുലാണ്. അവിടെ അവൻ്റെ ശരീരം കിടക്കുകയാണ്, ജീവനറ്റ് മരവിച്ച്. ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. ആ വന്യമൃഗം അവനെ ആക്രമിച്ചപ്പോൾ അത് തടുക്കുവാൻ, അവിടേക്ക് ഓടിയെത്തുവാൻ. അവനിപ്പോൾ മരവിച്ച് അവിടെ കിടക്കുകയാണ്. രക്തം വാർന്നൊഴുകി അവൻ്റെ വസ്ത്രങ്ങൾ മുഴുവൻ ചുവപ്പിച്ചു. അവൻ്റെ ശരീരമാകെ ആ കടുവ കീറിപ്പറിച്ച് വെച്ചിരിക്കുകയാണ്. മുഴുവൻ മുറിവുകളാണ്. അതിലൂടെയെല്ലാം രക്തം പുറത്തേക്ക് ഒഴുകിയതിൻ്റെ പാടുകളും. അവൻ്റെ അരികിൽ തന്നെ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 12 ബോറിൻ്റെ ആ തോക്ക് കിടക്കുന്നുണ്ട്. അത് ഒടിഞ്ഞു തകർന്ന അവസ്ഥയിലാണ്. കയ്യിൽ നിന്നും ആയുധം തെറിച്ചു പോയപ്പോൾ അവൻ്റെ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കണം. പതുക്കെ പതുക്കെ ആ ബംഗ്ലാവിന് മുന്നിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി. ആദ്യം പേടിയോടെ ബംഗ്ലാവിനുള്ളിൽ ഒളിച്ചിരുന്ന ജോലിക്കാർ പുറത്തിറങ്ങി. അവരുടെ കണ്ണുകളിൽ ഉറക്കമില്ലാത്ത രാത്രിയുടെ ക്ഷീണത്തേക്കാൾ കൂടുതലും ഭയമായിരുന്നു. പിന്നീട് അയൽവാസികളും ഗ്രാമവാസികളും ആ വാർത്തയറിഞ്ഞ് അങ്ങോട്ടേക്ക് ഓടിയെത്തി. എല്ലാവരുടെയും മുഖത്ത് ഒരേ ചോദ്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്: ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? ആരും ഉച്ചത്തിൽ സംസാരിച്ചില്ല. എല്ലാവരും പരസ്പരം നോക്കി, പേടിയോടെ നിന്നു. ആ മൃതദേഹം കണ്ടവർ തലയിൽ കൈവച്ചു. അവരുടെ എല്ലാം ശ്രദ്ധ ആ കാട്ടിലേക്ക് തന്നെയായിരുന്നു. ആ മുടന്തൻ കടുവ ഇനിയും ഇവിടേക്ക് മടങ്ങി വരുമോ എന്ന പേടിയായിരുന്നു എല്ലാവർക്കും. അല്പസമയത്തിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി. അവർ അവിടെയുള്ള ഓരോ സ്ഥലവും പരിശോധിച്ചു. മണ്ണിൽ പടർന്ന ചോരയും മൃതദേഹങ്ങളും അവർ ക്യാമറയിൽ പകർത്തി. അവിടെ ഉണ്ടായിരുന്നവരോട് കാര്യം ചോദിച്ചറിഞ്ഞു. പക്ഷേ അവർക്ക് അതൊരു സാധാരണ കുറ്റകൃത്യം മാത്രമായിരുന്നു. കാടിൻ്റെ നിയമം എന്താണെന്നോ ഒരു നരഭോജിയായ കടുവ എത്രമാത്രം വീരമാണെന്നോ
അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. തോക്കും ലാത്തിയുമായി വന്ന അവർക്ക് ആ മുറിവേറ്റ കടുവയെ പിടിക്കാൻ കഴിയില്ലെന്ന് അവിടെയുള്ളവർക്ക് അറിയാമായിരുന്നു. എങ്കിലും നിയമപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ അവർ കിണഞ്ഞു പരിശ്രമിച്ചു. പരിശോധനകൾക്കിടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. മണ്ണിൽ പതിഞ്ഞ ആ കടുവയുടെ കാൽപ്പാടുകൾ. ആ പാടുകൾ സാധാരണ ഒരു കടുവയുടേതായിരുന്നില്ല. അതിൻ്റെ നടത്തത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഓരോ ചുവടും മണ്ണിൽ പതിക്കുമ്പോൾ അത് വ്യക്തമായിരുന്നു. അവൻ ഒരു മുടന്തനാണ്. ആരോ വിളിച്ചു പറഞ്ഞു. അബ്ദുൽ വെടിവെച്ചപ്പോൾ ആ ഉണ്ട കടുവയുടെ മുൻകാലുകളിൽ തറച്ചിരുന്നു. മുറിവേറ്റു. ആ കടുവ ഇപ്പോൾ മുടന്തനാണ്. ഭീകരമായ സത്യമെന്തെന്നാൽ അതിപ്പോൾ വേദന കൊണ്ട് പുളയുകയായിരിക്കാം. ഏതു നിമിഷവും അതിപ്പോൾ നരഭോജിയായി മാറും. ശരിയായ വേഗത്തിൽ ഓടാൻ കഴിയാത്ത അവന് എങ്ങനെയാണ് സ്വാഭാവികമായി ഇര തേടാൻ വനത്തിൽ കഴിയുക? മാനുകളെയും കാട്ടുപന്നികളെയുമൊക്കെ എങ്ങനെയാണ് അവനെ പിടികൂടാൻ കഴിയുക? ഉറപ്പായും വിശക്കുമ്പോൾ അവൻ ഇനിയും നാട്ടിലേക്ക് വരും. ഡെപ്യൂട്ടി കമ്മീഷണർ ബംഗ്ലാവിലുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയായിരുന്നു. ഈ സമയം അദ്ദേഹത്തിന് ഇവിടേക്ക് വരാൻ സാധിക്കുകയുണ്ടായിരുന്നില്ല. ആഴ്ചകൾക്ക് ശേഷം മാത്രമേ അദ്ദേഹത്തിന് വരാൻ കഴിയുകയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ഈ കഥയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ കഥയിലേക്ക് എത്തുന്നത്. ഉച്ച കഴിഞ്ഞതോടെ ഞാൻ സംഭവ സ്ഥലത്തേക്കെത്തി. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും സംഭവ സ്ഥലത്ത് നിന്നും അബ്ദുലിൻ്റെ ശരീരവും അതുപോലെ ആ പശുവിൻ്റെ ശരീരവും ആൾക്കാർ മാറ്റിയിരുന്നു. അതെല്ലാം അപ്പോഴേക്കും ആചാരപ്രകാരമെല്ലാം എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി അതവർ മറച്ചിരുന്നു. പിന്നെ അവിടെ അവശേഷിച്ചത് രക്തപ്പാടുകളും കുറച്ച് അടയാളങ്ങളും മാത്രമാണ്. നിരവധി ആളുകളായിരുന്നു ആ സമയത്ത് അവിടേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെയായിരിക്കാം അവിടെ കടുവയുടേതെന്ന് പറയുവാനുള്ള കാലടയാളങ്ങളൊന്നും കാണാഞ്ഞത്. അവയെല്ലാം മറയ്ക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. എങ്കിലും സാഹചര്യങ്ങളെല്ലാം ഞാൻ വിലയിരുത്തി. എന്നെക്കൊണ്ടാവുന്നതുപോലെ ഞാൻ ആ ചുറ്റുപാടിനെ പഠിച്ചു. കടുവ ഇപ്പോൾ തിരികെ വനത്തിലേക്കാണ് പോയിരിക്കുന്നത്. അവിടുത്തെ ആളുകൾ പറഞ്ഞത് പ്രകാരം അബ്ദുൽ ആ കടുവയുടെ കാലിൽ വെടിവെച്ചിരുന്നു. അവിടുത്തെ ആദ്യം വന്ന ആളുകൾ കണ്ടത് അങ്ങനെയുള്ള കാലടയാളങ്ങളായിരുന്നുവല്ലോ. അതും എനിക്ക് വിശദമായി പറഞ്ഞു തന്നു. അവിടെ കണ്ട ഒരു കാലടയാളത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് സാമാന്യം വലിപ്പമുള്ള ഒരു ആൺകടുവയാണ് ഇതിന് പിന്നിലെന്നാണ്. അവൻ്റെ ഒരു കാലിൽ വെടിയേറ്റതുകൊണ്ട് അവന് ഒരുപാട് ദൂരം വനത്തിലൂടെ സഞ്ചരിക്കുവാനാവില്ല. ഏതെങ്കിലും പുഴയുടെയോ അല്ലെങ്കിൽ അരുവിയുടെയോ തീരത്തായിരിക്കാം അവൻ താവളമടിക്കുക. വനത്തിൽ വേട്ടയാടുവാനും അവന് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവൻ ഉറപ്പായും വിശക്കുമ്പോൾ ഇര തേടി ഗ്രാമങ്ങളിലേക്ക് തന്നെയാണ് ഇറങ്ങാൻ സാധ്യത കൂടുതൽ. അന്നത്തെ ദിവസം അവനെ തിരക്കി വനത്തിലേക്ക് പോകണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. തന്ത്രങ്ങൾ മിനിഞ്ഞതിന് ശേഷം മാത്രം അവിടേക്ക് പോകാമെന്നും അവനെ കണ്ടെത്താമെന്ന തീരുമാനത്തിലായിരുന്നു ഞാൻ. അങ്ങനെ സാവധാനം സമാധാനത്തോടെ അന്നത്തെ രാത്രിയിൽ ഗ്രാമത്തിലെ ആളുകൾ ഒരുക്കിത്തന്ന അവരുടെ കുടിലിൽ ഞാൻ വിശ്രമിച്ചു. കഴിക്കാൻ ആഹാരവും മറ്റും അവിടുത്തെ ആളുകൾ തന്നെയാണ് എനിക്ക് കൊണ്ടുതന്നത്. അങ്ങനെ അവയെല്ലാം കഴിച്ച് അവിടുത്തെ ആളുകളോട് സംസാരിച്ച് ഞാൻ ഉറങ്ങുവാൻ കടന്നു. നേരം പുലർന്നപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റു. പ്രാതലെല്ലാം കഴിച്ചു. പ്രഭാത കർമ്മങ്ങളെല്ലാം നിറവേറ്റി. അതിനുശേഷം ഞാൻ എൻ്റെ റൈഫിലും എടുത്തുകൊണ്ട് അടുത്തുള്ള വനത്തിലേക്ക് പോയി. വനത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഗ്രാമത്തിൽ നിന്നും വഴി കാട്ടുവാൻ നല്ലൊരാളെ എൻ്റെ ഒപ്പം കൂട്ടിയിരുന്നു. അയാളുടെ സുരക്ഷിതത്വം ഞാൻ ഉറപ്പ് കൊടുത്താണ് അയാളെ എൻ്റെ കൂടെ കൊണ്ടുപോയത്. ആദ്യത്തെ ഒരു ദിവസം അയാൾ എൻ്റെ കൂടെ വനത്തിലെല്ലാം ചുറ്റിക്കറങ്ങി. എന്നാൽ കടുവയുടെ കാലടയാളം കണ്ടതും അയാൾ നല്ലപോലെ ഭയന്നു. പിന്നീട് അയാൾ എനിക്കൊപ്പം വരാൻ തയ്യാറായില്ല. രണ്ടാമത്തെ ദിവസം ഞാൻ തനിച്ചാണ് വനത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം ഞാൻ സഞ്ചരിച്ചില്ല. അയാൾ പറഞ്ഞു തന്ന വഴിയിലൂടെ മാത്രം സഞ്ചരിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു അരുവിയാണ് ഞാൻ ഇന്ന് ലക്ഷ്യം വെച്ച് നടക്കുന്നത്. തലേ ദിവസം ആ അരുവിയുടെ അരികിലാണ് ഞാൻ കടുവയുടേതെന്ന് പറയുന്ന കാൽപടയാളം കണ്ടത്. അങ്ങനെയാണെങ്കിൽ അവിടെ എവിടെയോ ആയിരിക്കാം അവൻ താവളം അടിച്ചിരിക്കുന്നതെന്ന് ഉറപ്പാണ്. ഇപ്പോൾ ആ കടുവ നല്ല വിശപ്പിലാണ്. കാരണം ഏകദേശം ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇരയെ പിടികൂടി ഭക്ഷിച്ചിട്ട്. നിബിഡമായ വനത്തിലൂടെ ആ കടുവയെ തിരക്കിയുള്ള എൻ്റെ യാത്ര അന്ന് തുടർന്നു. അങ്ങനെ ഞാൻ കടുവ വരാനിടയുള്ള ഒരു സ്ഥലം കണ്ടെത്തി. അന്നും അവിടെ അവൻ്റെ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു. വിശപ്പ് സഹിക്കാൻ പറ്റാത്ത കടുവയായിരിക്കാം, ഞാൻ ചിന്തിച്ചു. ഏതെങ്കിലും ഒരു കെണി വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായും ആ കെണിയിൽ അവൻ വീഴും എന്നും എനിക്ക് ഉറപ്പായിരുന്നു.
രണ്ടാമത്തെ ദിവസം തിരച്ചിൽ അവസാനിപ്പിച്ച് ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ നല്ലൊരാശയം എൻ്റെ മുന്നിലുണ്ടായിരുന്നു. അവനെ പിടിക്കുവാൻ വേണ്ടി ഒരാടിനെ ഇരവയ്ക്കുക എന്നതായിരുന്നു എൻ്റെ പദ്ധതി. അതിൻ പ്രകാരം ഗ്രാമത്തിൽ നിന്നും ഇരവയ്ക്കുവാൻ വേണ്ടി ഒരാടിനെ വാങ്ങിച്ചു. അതുപോലെ തന്നെ കുറച്ചാളുടെ സഹായത്തോടെ ഇരവയ്ക്കാൻ പോകുന്ന അതിനടുത്തുള്ള ഒരു മരത്തിൽ ഒരു ചെറിയ മച്ചാനും ഞാൻ തയ്യാറാക്കി. അന്നത്തെ രാത്രി അവിടെ ഇരിക്കാം എന്നാണ് ഞാൻ കരുതിയത്. മൂന്നാമത്തെ ദിവസം എല്ലാം സജ്ജമാക്കി. മരത്തിന് മുകളിൽ മച്ചാനും കാര്യങ്ങളുമെല്ലാം കെട്ടി ഞാൻ ഇരയായി കൊണ്ടുവന്ന ആടിനെ അതിന് സമീപത്ത് തന്നെ കെട്ടിയിട്ടു. അതായത് ഇവിടെ നിന്നും കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ നമ്മൾ മുന്നേ പറഞ്ഞ ആ അരുവിയുടെ അരികിലേക്ക് എത്താം. അതായത് നമ്മൾ തുടർച്ചയായി 2 ദിവസം ആ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയ ആ സ്ഥലത്ത്. പക്ഷേ അവിടെ എവിടെയാണ് ആ കടുവ പതുങ്ങിയിരിക്കുന്നതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, രാത്രിയുടെ നിശബ്ദതയിൽ ഈ ആടിൻ്റെ കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായും ഇവിടേക്ക് ആ മുടന്തൻ കടുവ വരുമെന്ന്. അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരമായപ്പോഴേക്കും ഞാൻ ആ ആടിനെ അവിടെ കെട്ടിയിട്ട് ആ മച്ചാന് മുകളിൽ കാത്തിരുന്നു. സമയം ഏറെ മുന്നിലേക്ക് പോയി. സൂര്യൻ പൂർണ്ണമായും അസ്തമിച്ച് ഇരുട്ടിന് വഴിമാറി. ചന്ദ്രൻ പതിയെ ഉദിക്കുന്നുണ്ട്. ചന്ദ്രൻ്റെ നിലാവും അവിടെ പടരാൻ തുടങ്ങി. ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും വെളിച്ചം കാരണം ഒരരണ്ട വെളിച്ചം അവിടെ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവ്യക്തമെങ്കിലും ആ ചുറ്റുപാട് എനിക്ക് കാണുവാൻ സാധിക്കും. ഞാൻ കൊണ്ടുവന്ന ഇരയുടെ നിറം വെളുപ്പായതുകൊണ്ട് താഴെ കെട്ടിയിരിക്കുന്ന ആടിനെ വ്യക്തമായി എനിക്ക് കാണാൻ സാധിക്കും. ആടിപ്പോൾ ശാന്തമായി അവിടെ നിന്ന് മേയുകയാണ്. അതിൻ്റെ പിൻകാലിലാണ് ഞാൻ കയർ കെട്ടിയിരിക്കുന്നത്, അതിൻ്റെ കഴുത്തിലല്ല. ഒരു കാരണവശാലും അതിലിരയാണെന്ന് ആ കടുവയ്ക്ക് തോന്നാതിരിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ റൈഫിലിൻ്റെ സേഫ്റ്റി ക്യാച്ച് റിമൂവ് ചെയ്ത് ഏത് നിമിഷവും ഒരു അറ്റാക്കിന് കൂപ്പ് കൂട്ടിയാണ് ആ മച്ചാനിൽ ഇരിക്കുന്നത്. ഇനിയും ഏത് നിമിഷവും ആ കടുവ ഇവിടേക്കെത്തും. ഏത് നിമിഷവും ആക്രമണം നടത്തണം. ഈ ചിന്ത മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ സമയം പതിയെ മുന്നിലേക്ക് പോയി. അധികം ദൂരെ നിന്നല്ലാതെ ഏകദേശം അടുത്തായിട്ട് നിന്നും ഒരു കേഴമാൻ്റെ അലാറം വിളി അവിടെ ഉയർന്നു. അതായത് നമ്മൾ മുന്നേ പറഞ്ഞ ആ അരുവി പോകുന്നില്ലേ, ആ സ്ഥലത്തിൻ്റെ എവിടെ നിന്നോ ആണ് ആ അലാറം വിളി വന്നിരിക്കുന്നത്. അതായത് മാംസഭോജിയായ ഒരു മൃഗം തൻ്റെ ഇര തേടി ഇറങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രകാരം ഞാൻ ഉദ്ദേശിക്കുന്ന ആ മുടന്തൻ കടുവ തന്നെ ആയിരിക്കാനാണ് വഴി. ഇനിയും ഏത് നിമിഷവും വേണമെങ്കിലും അവൻ ഇവിടേക്കെത്താം. ഈ ആടിൻ്റെ ശബ്ദം അവൻ ഇതിനകം കേട്ടിരിക്കണം. ഉറപ്പായും ഇതിനെ പിടിക്കുവാൻ വേണ്ടി വരും. ഇനിയും മുന്നിലേക്കുള്ള ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ചുറ്റുപാട് നിരീക്ഷിച്ചുകൊണ്ട് ഷോൾഡറിലേക്ക് റൈഫിലെടുത്ത് വെച്ച് ഞാൻ അവന് വേണ്ടി കാത്തു നിന്നു. സമയം ഇപ്പോൾ ഏകദേശം 9 മണി കഴിഞ്ഞ് കാണണം. ഇലകൾ അനങ്ങുന്നതിൻ്റെ ശബ്ദം ഇപ്പോൾ വ്യക്തമായി എനിക്ക് കേൾക്കാൻ കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, തേക്കിൻ മരങ്ങളുടെ ഇലകൾ താഴെ വീഴുമ്പോൾ ഉണങ്ങിയ ഇലകളിൽ ചവിട്ടുമ്പോൾ ശബ്ദം കിരികിര ഉണ്ടാകുമെന്ന്. ആ ശബ്ദം ഇപ്പോൾ വ്യക്തമായി കേൾക്കാം. തേക്കിൻ്റെ ഇലകൾ ചതഞ്ഞരയുമ്പോഴുണ്ടാകുന്ന ആ പ്രത്യേക ശബ്ദം. അതെ, നരഭോജിയായ മൃഗം അടുത്തെത്തിയിരിക്കുന്നു. ആ ശബ്ദത്തിൽ നിന്നും നാൽക്കാലിയാണ് വന്നിരിക്കുന്നതെന്ന് വ്യക്തമായി തന്നെ അറിയാൻ സാധിച്ചിരുന്നു. ഞാൻ ചുറ്റുപാടും നോക്കി. ഇനിയും ഏത് ഭാഗത്തു നിന്നുമാണ് ആ ആടിനെ ആക്രമിക്കുവാൻ പോകുന്നതെന്ന്. അങ്ങനെ സൂക്ഷ്മമായി നോക്കി നിൽക്കെ ആട് നിൽക്കുന്ന ഭാഗത്തു നിന്നും തൊട്ടു മുന്നിലായി ഉണ്ടായിരുന്ന ഒരു പൊന്തക്കാട്ടിൽ നിന്നും ഒരു ചാര നിറത്തിലുള്ള നിഴൽ കടന്നു പോകുന്നത് ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ തന്നെ അതൊരു കടുവയാണെന്ന് വ്യക്തമായി തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. കാരണം അതിൻ്റെ വലിപ്പം അത്രയും ഉണ്ടായിരുന്നു. കൂടാതെ ചെറിയൊരു മുടന്തം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ റൈഫിൽ ആ പൊന്തക്കാട്ടിലേക്ക് ചൂണ്ടി. ഇനിയും ഏത് നിമിഷവും ആടിന് നേരെ ഒരു കുതിച്ചു ചാട്ടാൻ ചാടാം. ഇപ്പോഴും ആട് ആ കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടില്ല. കുറച്ച് സമയം കൂടി മുന്നിലേക്ക് പോയപ്പോൾ ആട് വല്ലാതെ അസ്വസ്ഥനാകാൻ തുടങ്ങുന്നു. കാലുകൾ നിലത്തടിക്കുവാനും തലകൾ ആട്ടുവാനും കയർ വലിച്ചു പൊട്ടിച്ച് രക്ഷപ്പെടുവാൻ നോക്കുന്നതിൻ്റെ എല്ലാ പ്രതീതിയും അവിടെ കാണിക്കുവാൻ തുടങ്ങി. അതായത് ആട് ഇപ്പോൾ തൻ്റെ ശത്രുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഞാൻ റൈഫിൽ ആ കുറ്റിക്കാടിലേക്ക്, അതായത് ആ പൊന്തക്കാടിലേക്ക് ചൂണ്ടി നിന്നു. ഇനിയും ഏത് നിമിഷവും അവൻ പുറത്തു വരാം. അങ്ങനെ കുറച്ച് സമയം കൂടി മുന്നിലേക്ക് പോയപ്പോൾ അതിനുള്ളിൽ നിന്നും ആ നിലാവിൻ്റെ വെളിച്ചത്തിലേക്ക് ഒരു രൂപം പുറത്തു വന്നു. പാതി ഭാഗം ആ പൊന്തക്കാടിനുള്ളിലും പാതി ഭാഗം പുറത്തുമായിട്ടാണ് അവൻ നിന്നിരുന്നത്. കൃത്യമായി ഇപ്പോൾ ആ രൂപം കാണാൻ കഴിയും. മഞ്ഞ ഉടലിൽ കറുത്ത വരകളോടുകൂടിയ സാമാന്യം വലിപ്പമുള്ള ഒരു കടുവ തന്നെയായിരുന്നു അത്. അതിൻ്റെ കണ്ണ്
വിശപ്പാൽ തിളങ്ങുകയാണ്. അവൻ്റെ കണ്ണിലിപ്പോൾ പകയല്ല, വിശപ്പാണ് തിളങ്ങുന്നത്. ഞാൻ ആ തിളങ്ങുന്ന 2 കണ്ണുകൾക്കും നടുവിലേക്ക് എൻ്റെ റൈഫിലിൻ്റെ കുഴൽ ചൂണ്ടി വെച്ചു. അങ്ങനെ ചൂണ്ടി നിന്നു. കുറച്ച് സമയം കൂടി മുന്നിലേക്ക് പോയപ്പോൾ അവൻ പൂർണ്ണമായും ആ കുറ്റിക്കാടിന് പുറത്തേക്ക് ഇറങ്ങി. ആട് ഇപ്പോൾ വല്ലാതെ പരിഭ്രാന്തിയിലാണ്. മരണം മുഖാമുഖം കണ്ടതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ആടിൻ്റെ ശരീരത്തിൽ പ്രകടമായിരുന്നു. കടുവ ഒരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. അവൻ്റെ വാല് വല്ലാതെ ആടുന്നുണ്ട്. അവൻ്റെ പിൻകാലുകൾ വളച്ചു. ശക്തമായി ഒരു ചാട്ടത്തിന് തയ്യാറെടുക്കവേ എൻ്റെ റൈഫിൽ ഗർജിച്ചു. കൃത്യമായി ഞാൻ ഉന്നം പിടിച്ചിരുന്ന ആ 2 കണ്ണുകൾക്ക് നടുവിലുള്ള തലഭാഗത്തേക്ക് ആ തിര തുറച്ചു കയറി. അവിടെയാകെ പടർന്നത് പുകയും ഒരു വെളിച്ചവും പിന്നെ വെടിമരുന്നിൻ്റെ രൂക്ഷമായ ഗന്ധവുമാണ്. അതിനപ്പുറം ആ കടുവ വല്ലാതെ ശബ്ദമുണ്ടാക്കി നിലത്ത് കിടന്ന് പിടയുന്നതാണ് ഞാൻ കണ്ടത്. അവൻ്റെ തലയോട് തുളച്ച് ആ തിര അവൻ്റെ ശിരസിലേക്ക് തുളച്ച് കയറിയില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതോടുകൂടി ഞാൻ 2ാമത്തെ തിരയും വിട്ടു. ഇത്തവണ പിടഞ്ഞുകൊണ്ടിരുന്ന ആ കടുവയുടെ നെഞ്ചുഭാഗത്തേക്കാണ് തിര തറച്ച് കയറിയത്. അതെ, കൃത്യമായി അവൻ്റെ നെഞ്ചു തുളച്ച് അവൻ്റെ ഹൃദയത്തിലേക്ക് ആ തിര കയറി എന്നെനിക്ക് മനസ്സിലായി. അവൻ്റെ പിടച്ചിൽ പതുക്കെ പതുക്കെ നിലച്ചു. ആ കടുവ ഇപ്പോൾ ശാന്തമായി ആ മണ്ണിൽ കിടന്നു. വീണ്ടും ഏകദേശം 10 മിനിറ്റോളം ഞാൻ ആ മച്ചാണിൽ അങ്ങനെ ഇരുന്നു. അതിനുശേഷം മാത്രമാണ് ഞാൻ താഴേക്ക് ഇറങ്ങിയത്. എൻ്റെ കൈവശമുണ്ടായിരുന്ന ടോർച്ചിൻ്റെ പ്രകാശത്തിൽ ആ കടുവയൊന്ന് പരിശോധിച്ചു. സാമാന്യം വലിപ്പമുള്ള ഒരു കടുവയായിരുന്നു അത്. ഞാൻ കരുതിയതുപോലെ ഒരു ആൺകടുവയായിരുന്നു. അവൻ്റെ മുൻകാലിൽ അവിടുത്തെ ആളുകൾ പറഞ്ഞതുപോലെ തന്നെ വെടിയുണ്ട തറഞ്ഞു കയറിയതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. അവൻ്റെ മുൻകാലിലൊന്ന് തകർന്നു പോയിരുന്നു. അവനിനി ഒരിക്കലും സ്വാഭാവികമായി ഇര തേടാൻ കഴിയുകയില്ലായിരുന്നു. അവനൊരു നരഭോജിയായി മാറുന്നതിന് മുന്നേ തന്നെ ഈ കടുവയെ എലിമിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് എത്ര നന്നായി എന്ന് ഞാൻ അപ്പോൾ ചിന്തിച്ചു. പിന്നെ ഒട്ടും വൈകിയില്ല. ഞാൻ അവിടെ നിന്നും പതിയെ ഗ്രാമത്തിലേക്ക് നടന്നു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ അവിടെ നിന്നും കുറച്ച് ആളുകളുമായി സംഭവം നടന്ന സ്ഥലത്തേക്കെത്തി. അവിടെ ചത്തുകിടന്ന കടുവയെ കണ്ടതും ആളുകൾക്ക് സന്തോഷമായി. കാരണം നരഭോജിയാകാൻ സാധ്യതയുള്ള ഒരു മൃഗമാണ് ഇപ്പോൾ അവർക്ക് മുന്നിൽ ചത്ത് കിടക്കുന്നത്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.